സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മീൻ പരിഞ്ഞിൽ അല്ലെങ്കിൽ മീൻ മുട്ട കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെ. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പരിഞ്ഞിൽ എങ്ങനെയാണ് ഫ്രൈ ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ. വലിയ ഒരു മീനിൻ്റെ പരിഞ്ഞിലാണ് ഇത്. സാധാരണയായി വലിയ മീനിൻ്റെ പരിഞ്ഞിൽ കിട്ടുമ്പോൾ ഞാൻ വേവിച്ചിട്ടാണ് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അതാകുമ്പോൾ പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വേവിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് പരിഞ്ഞിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് പരിഞ്ഞിൽ വേകുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പരിഞ്ഞിലിന് നികക്ക നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി തിളച്ച് നല്ലവണ്ണം വെള്ളം പറ്റി പരിഞ്ഞിലൊന്ന് വെന്ത് കിട്ടണം. അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ മീനിൻ്റെ പരിഞ്ഞിലായതുകൊണ്ട് ഒരു ചെറിയ പുളി ഉള്ളത് നല്ലതാണ്. കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഒരു ചെറിയ പുളി കിട്ടുന്നതിനുള്ള കഷ്ണം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 4 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ പരിഞ്ഞിലൊന്ന് തിരിച്ചിടാം. ഇത് അടച്ചു വെച്ച് ഇനി ഒരു 3-4 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളമെല്ലാം വറ്റി പരിഞ്ഞിൽ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഒരു സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ വല്ലതും കട്ട് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ മുറിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പരിഞ്ഞിൽ മുറിഞ്ഞ് കിട്ടും. ഒട്ടും തന്നെ പൊടിഞ്ഞു പോവുകയുമില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എല്ലാം പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പരിഞ്ഞിലൊക്കെ പൊരിക്കുമ്പോൾ അതിന് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 10 കഷ്ണം ചുവന്നുള്ളി ചതച്ചതും 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കളറ് മാറി ഗോൾഡൻ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പരിഞ്ഞിൽ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് പരിഞ്ഞിലെല്ലാം ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് ഇളക്കി നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു പരിഞ്ഞിൽ ഫ്രൈ ആണ് ഇത്. ചെറിയ തീയിലിട്ട് സാവധാനത്തിൽ എല്ലാ വശവും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം വലിഞ്ഞ് ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കണം. ചില്ലി ഫ്ലെക്സും ചേർത്ത് ഇനി ഒരു 1-2 മിനിറ്റും കൂടെ ഫ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു മീൻ മുട്ട ഫ്രൈ ആണ് ഇത്. മീൻ പരിഞ്ഞിൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ ഈ രീതിയിൽ വലിയ മീനിൻ്റെ പരിഞ്ഞിൽ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.